നമസ്തേ കേരള, എല്ലാവർക്കും സുഖമല്ലേ? നമുക്ക് വേണ്ടി മലയാളം പോലും പഠിച്ചിരിക്കുകയാണ്. സോ ഒരു ഖൂബ്സൂരത് കുംഭമേളയിലൂടെ പ്രസിദ്ധയായ സുന്ദരി മൊണോലിസയെ പറ്റി നമ്മൾ ഒരുപാട് വാർത്തകൾ ചെയ്തു. മൊണോലിസ കേരളത്തിലേക്ക് വരുന്നതും നമ്മൾ വാർത്ത ചെയ്തിരുന്നു. ഇപ്പോൾ കോഴിക്കോട് ചെമ്മണ്ണൂർ ഫാഷൻ ജ്വല്ലേഴ്സിൻ്റെ ഉദ്ഘാടന വേദിയിൽ, അതായത് എനിക്ക് തോന്നുന്നു മൊണോലിസ എന്ന് തന്നെയാണ് ആ ഒരു പിന്നെ ഈ ഡയമണ്ട് കളക്ഷൻ്റെ പേര് ബോബി ചെമ്മണ്ണൂർ നൽകിയിരിക്കുന്നത്. അതിൻ്റെ ഉദ്ഘാടനത്തിന് വേണ്ടി എത്തിയിരിക്കുന്നത് മൊണോലിസയാണ്. അവിടെ നല്ല ആളുകളുണ്ടായിരുന്നു. മാത്രമല്ല ഞാൻ പിന്നെ ഫോട്ടോ വീഡിയോസൊക്കെ കാണുമ്പോൾ സത്യത്തിൽ ഒരു സിനിമാ നടിയേക്കാൾ സുന്ദരിയായിട്ട് എനിക്ക് തോന്നി. ആ സാരിയൊക്കെ ഉടുത്ത് കാര്യങ്ങളൊക്കെ വന്ന സമയത്ത് ഒരു പിന്നെ ബോളിവുഡ് സുന്ദരി ആയിട്ടുള്ള ഒരു ആക്ട്രസ് വന്ന് നിൽക്കുന്ന പോലെ തന്നെ എനിക്ക് അനുഭവപ്പെട്ടു. സുന്ദരമായ മുഖവും നല്ല സൗന്ദര്യമുള്ള കുട്ടി തന്നെയാണ്. നമ്മൾ എന്താണ് ഈ സോഷ്യൽ മീഡിയയിലൂടെ കാണുന്നത് പോലെ അല്ല എന്നും കൂടെ മനസ്സിലായി. ഇപ്പം എന്തായാലും കോഴിക്കോടിൻ്റെ മണ്ണിലേക്ക്, കേരളത്തിൻ്റെ മണ്ണിലേക്ക് മൊണോലിസ എത്തുമ്പോൾ എന്തൊക്കെയാണ് ബാക്കി കാര്യങ്ങൾ, തന്നെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? മൊണോലിസ എത്തി ഹലോ കേരള എന്നൊക്കെ പറഞ്ഞ് മലയാളത്തിൽ സംസാരിച്ചത് നമ്മളിവിടെ കാണിച്ചിട്ടുണ്ട് തുടക്കത്തിൽ. പ്രേക്ഷകർ അത് കണ്ടു കാണും. ഇപ്പൊ മൊണോലിസ തരംഗമാണ് കേരളത്തിൽ എന്നുള്ളത്. ഇന്ന് നമുക്കറിയാലോ, പ്രണയിതാക്കളുടെ ദിനമാണ്. സിംഗിളായിട്ട് നടക്കുന്ന പലർക്കും മൊണോലിസയെ ഒന്ന് പ്രണയിച്ചാൽ കൊള്ളാം, സിംഗിൾ അല്ലാത്തവർക്കും ഒന്ന് പ്രണയിച്ചാൽ കൊള്ളാമെന്ന് തോന്നും. കാരണം ഗോതമ്പ് കതിരിന്റെ നിറവും ചാരക്കണ്ണുകളുമുള്ള നമ്മൾ ഇതുവരെ കാണാത്ത സൗന്ദര്യത്തിന്റെ ഒരു മുഖം, അതാണ് മൊണാലിസ എന്ന് പറയുന്ന ഒരു പെൺകുട്ടി. കുംഭമേള എന്താണ് നൽകിയത്? നിങ്ങളുടെ ദാരിദ്ര്യം മാറ്റുമോ എന്ന് മല്ലികാർജുൻ ഖാർഗെ ചോദിച്ചു. ഒരു കുടുംബത്തിന്റെ തന്നെ തലവര മാറ്റിയിരിക്കുകയാണ് കുംഭമേള എന്ന് പറയുന്നത്. നാടോടി പെൺകുട്ടിയായി കയ്യിൽ മാല വിറ്റ് നടന്നിരുന്ന ഒരു കുടുംബത്തിന്റെ ഒരു ഉപജീവന മാർഗമായിരുന്ന ഒരു പെൺകുട്ടിയെ സനോജ് മിത്ര എന്ന് പറയുന്ന ഒരു സംവിധായകൻ സിനിമയിലേക്ക് വിളിക്കുന്നു. 1 ലക്ഷം രൂപ അതിന്റെ പേരിൽ അഡ്വാൻസ് കൊടുത്തു എന്ന് പറയുന്നു. ബോബി ചെമ്മണ്ണൂർ 15 ലക്ഷം രൂപയാണ് മൊണാലിസയ്ക്ക് കൊടുക്കുന്നത് എന്ന് പറയുന്നു. പക്ഷെ അതിൽ കൂടുതൽ ഉണ്ട് എന്ന് ചില വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട്. മാത്രമല്ല, ചെമ്മണ്ണൂർ ജുവലേഴ്സിന്റെ ബ്രാൻഡ് അംബാസിഡറായി കൂടി മൊണാലിസയെ എടുത്തിരിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ചിലരൊക്കെ തമാശയ്ക്ക് ഇപ്പൊ നമ്മുടെ തമ്മിലും ഒക്കെ എങ്ങനെയാണ് നടിയുടെ അന്നം മുട്ടിച്ച് മൊണാലിസ എന്നൊക്കെ പറഞ്ഞുകൊണ്ട്, സത്യത്തിൽ താൻ തെറ്റ് ചെയ്യാതെയാണ് ജയിലിൽ പോയതെന്നൊക്കെ ഇന്നത്തെ ഈ ചെമ്മണ്ണൂർ ജുവലേഴ്സിന്റെ ഉദ്ഘാടനത്തിനിടെ ബോബി ചെമ്മണ്ണൂർ പറഞ്ഞതൊക്കെ ആളുകളെ വലിയ രീതിയിൽ എന്താ പറയുക ശ്രദ്ധിച്ചിട്ടുണ്ട് ആളുകൾ. കാരണം ഒരു ദ്വയാർത്ഥ പ്രയോഗത്തിന്റെ പേരിൽ മുൻകൂർ ജാമ്യ അപേക്ഷ പോലും നൽകാനുള്ള സമയം കൊടുക്കാതെ അദ്ദേഹത്തെ പിടിച്ച് ജയിലിലിടുന്നു. അതും സഹതടവുകാരെന്ന് പറയുന്നത് ക്രിമിനലുകളുടെ ഒപ്പം അദ്ദേഹത്തെയും ജയിലിൽ, അദ്ദേഹം എന്തോ വലിയ കുറ്റം ചെയ്തതുപോലെയാണ് അദ്ദേഹത്തോട് ആളുകളൊക്കെ പെരുമാറുന്നതും, അല്ലെങ്കിൽ അദ്ദേഹത്തെ നമ്മുടെ പോലീസുകാരൊക്കെ കൈകാര്യം ചെയ്തതും അങ്ങനെയാണ് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല. കാരണം അതിലൊരു കാര്യം കൂടെ തന്നെ എനിക്ക് പലപ്പോഴും തോന്നിയത്, ഇതൊരു രാഷ്ട്രീയ പകപോക്കൽ കൂടെ ഉണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. കാരണം അദ്ദേഹത്തിന് സഹായം ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ട് ആ ജയിൽ സൂപ്രണ്ടിനെയും അതിലുള്ള ഒരു DYSP ഉൾപ്പെടെയുള്ള ആളുകൾക്കെതിരെ പോലീസ് കേസെടുത്തു. അവർ ഹൈക്കോടതി പോയി മുൻകൂർ ജാമ്യാപേക്ഷ കൊടുത്തു. എന്നിട്ട് ഞങ്ങൾ അറസ്റ്റ് ചെയ്യില്ല എന്ന് പറഞ്ഞപ്പോഴാണ് കോടതിയെ തീർപ്പാക്കിയത്. അപ്പൊ ഇങ്ങനെയൊക്കെ പോകണമെങ്കിൽ അതൊരു രാഷ്ട്രീയ പകപോക്കൽ തന്നെ. അതെ, ഇവരോടുള്ള സ്നേഹം, ഹണി റോസിനോടുള്ള സ്നേഹം കൊണ്ട് മാത്രമല്ല. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു പെൺകുട്ടിയുടെ തലവര മാറ്റിമറിച്ചു. കുംഭമേളയെ അധിക്ഷേപിക്കുന്നവർ, കുംഭമേളയ്ക്കെതിരെ വിമർശനം ഉന്നയിക്കുന്നവർ ഒക്കെ കണ്ടുപഠിക്കണം. കുംഭമേളയിൽ അനേകമായിരം ജനങ്ങളുടെ തലവര മാറ്റിയിട്ടുണ്ട്. അതിലൊരാൾ കൂടി മൊണാലിസയായി മാറിയിരിക്കുന്നു എന്നുള്ളതാണ്. മൊണാലിസ സഹോദരനോടൊപ്പമാണ് ഇന്ന് രാവിലെ എയർപോർട്ടിൽ എത്തിയത്. അടിമുടി ഗെറ്റപ്പ് മാറി നല്ല സ്റ്റൈലിഷ് ലുക്കിലാണ് മൊണാലിസ എത്തിയിരിക്കുന്നത്. കൂളിംഗ് ഗ്ലാസ് ഒക്കെ വെച്ച് ബ്ലാക്ക് ജാക്കറ്റ് ഇട്ട് അടിമുടി സ്റ്റൈലിഷ് ആയിട്ടാണ് മൊണാലിസ എയർപോർട്ടിൽ ഇറങ്ങിയത്. മൊണാലിസയുടെ ലുക്ക് പക്ഷെ പലർക്കും ഇഷ്ടമായില്ല എന്ന് പറയുന്നുണ്ട്. വഴിയോരത്ത് കണ്ട തനി ഉത്തരേന്ത്യൻ ഗ്രാമീണ പെൺകുട്ടിയുടെ സൗന്ദര്യം എന്ത് ഭംഗിയായിരുന്നു എന്നാണ് ചിലർ കമന്റുകളിലൂടെ പറയുന്നത്. അയ്യോ, ചില മലയാളികളുടെ ഒരു ദാരിദ്ര്യം. ആ കുട്ടി വൈറലായി, അതിന്റെ സമയം തെളിഞ്ഞു, ഇനി ഉദ്ഘാടനത്തിനായി കുറെ വരും. നാളെ ഒരു കാലത്ത് ആ കുട്ടി അവരുടെ അഭിപ്രായം പറഞ്ഞാൽ ഇതേ ചില മലയാളികൾ തെറി പറയും, അവരുടെ ശരീരത്തെ കളിയാക്കി കുറ്റം പറയും. സോഷ്യൽ മീഡിയയിൽ സകല തോന്നിവാസങ്ങളും എഴുതി ചേർക്കും. ഇന്നലെ ഒരു നടി, നാളെ ഈ കുട്ടി, അത്രയേ വ്യത്യാസമുള്ളൂ. ബോബി ചെമ്മണ്ണൂരിന്റെ മാർക്കറ്റിംഗ് തന്ത്രമാണിതെന്നും ഇമേജ് തിരിച്ചുപിടിക്കാൻ കളിച്ച ബുദ്ധിയാണെന്നും ചിലർ പറയുന്നുണ്ട്. മുള്ളിനെ മുള്ളുകൊണ്ട് എടുക്കണമെന്നാണ് ബോച്ചയുടെ ഈ പ്രവൃത്തി നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. ഉണ്ടാക്കിയ ചീത്തപ്പേര് മാച്ചു കളഞ്ഞു ബോച്ചെ.
പാവപ്പെട്ട ഒരു മാല വിൽപ്പനക്കാരിയെ സഹായിക്കാൻ കാണിച്ച നിങ്ങളുടെ മനസ്സിനെ നമിക്കുന്നു. ഇതാണ് മാർക്കറ്റിംഗ്. ഇപ്പോൾ ആര് ഫേമസ് ആയി? ബോച്ചെ എല്ലാത്തിനെയും പ്രോത്സാഹിപ്പിക്കും. അവസാനം അത് വിനയാകാതിരുന്നാൽ മതി. വിദ്യാഭ്യാസത്തിൽ ഈ കുട്ടി കുറച്ച് പിറകിലാണെങ്കിൽ വസ്ത്രധാരണത്തിൽ മാന്യത കാണിച്ചു. ഇവിടെയുള്ള അല്പ വസ്ത്രധാരികൾക്ക് കൊടുത്ത മറുപടി ബോച്ചെ കലക്കി. കൃത്യമായി തന്റെ ബ്രാൻഡ് എങ്ങനെ മാർക്കറ്റ് ചെയ്യണമെന്ന് അറിയുന്ന ബോച്ചയാണ് ഇന്നത്തെ താരം. നല്ല കാര്യം, ബോബിക്ക് സുബോധം വന്നു. ഇവരാണ് ഇതിന് അർഹത. ഇങ്ങനെ പോകുന്നു മറ്റു കമന്റുകൾ. 15 ലക്ഷം രൂപ പ്രതിഫലം നൽകിയാണ് ബോബി ചെമ്മണ്ണൂർ മൊണാലിസയെ കേരളത്തിൽ എത്തിച്ചതെന്നാണ് റിപ്പോർട്ടുകൾ. ഇനി മുതൽ ചെമ്മണ്ണൂർ ജ്വല്ലറിയുടെ ബ്രാൻഡ് അംബാസിഡർ ആയിരിക്കും മൊണാലിസ എന്നും പറയുന്നുണ്ട്. ഉദ്ഘാടന വേദിയിൽ ഏത് രീതിയിലായിരിക്കും ബോബി ചെമ്മണ്ണൂരിന്റെ പെരുമാറ്റമെന്ന് പലരും ഉറ്റുനോക്കിയിരുന്നു. പക്ഷെ വളരെ മാന്യമായാണ് ബോബി ചെമ്മണ്ണൂർ അങ്ങനെ മാന്യമല്ലാത്ത രീതിയിൽ ആരോടും പെരുമാറിയിട്ടുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. അദ്ദേഹത്തോട് ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് അവർ എന്ത് മറുപടിയാണോ അർഹിക്കുന്നത് അതേ രീതിയിലുള്ള മറുപടിയാണ് അദ്ദേഹം പല ഇന്റർവ്യൂവിലും ഒക്കെ കൊടുത്ത് നമ്മൾ കണ്ടിട്ടുള്ളത്. പിന്നെ ഇത്തരം ഈ കുന്തി ദേവി എന്നൊക്കെ പറയുന്ന ദ്വയാർത്ഥങ്ങൾ ചിലപ്പോൾ സ്വാഭാവികമായും ആ നടിക്ക് സോഷ്യൽ മീഡിയയിലൂടെയൊക്കെ വലിയ രീതിയിൽ അത് പ്രചരിച്ചപ്പോൾ അവരുടെ മാനസികാവസ്ഥയും കൂടി നമ്മൾ കണക്കിലെടുക്കണം. സ്വാഭാവികമായിട്ട് ഒരു ചെറിയ കമന്റ് വരുമ്പോൾ നമ്മൾ തന്നെ നെഗറ്റീവ് ആകും. അല്ല, അത് വേറൊരു കാര്യം കൂടെ ഉണ്ട് തന്നെ. അതിൽ ഈ പറയുന്ന പോലെ ഹൈക്കോടതിയുടെ ജസ്റ്റിസ് PV കുഞ്ഞികൃഷ്ണൻ ഈ രാഹുൽ ഈശ്വർ കൊടുത്ത മുൻകൂർ ഹർജിയിൽ ഒരു കേസെടുക്കാൻ വേണ്ടി പോലീസ് ശ്രമിച്ചപ്പോൾ അദ്ദേഹം കോടതി പറഞ്ഞൊരു കാര്യമുണ്ട്. അതായത് അഭിപ്രായ സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞൊരു സാധനം ഇവിടെ ഉണ്ട്. ഒരാളെ എന്ത് ഒരാളെ പറ്റി പറഞ്ഞാലും അതെല്ലാം എനിക്കെതിരെയുള്ള ആക്രമണമാണ് എന്ന് പറയാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇവിടെ ഹണി റോസ് ചിലപ്പം എന്ത് വെച്ചിട്ടാണോ മാർക്കറ്റ് ചെയ്യുന്നത്, നമ്മളൊക്കെ ഇപ്പൊ ധന്യ എൻ്റെ മുമ്പിൽ ഇരിക്കുന്നുണ്ട്. മാന്യമായ നല്ല രീതിയിലുള്ള വസ്ത്രം ധരിച്ചിട്ടാണ് ധന്യ ഇരിക്കുന്നത്. ഇനി അതല്ല, ധന്യക്ക് കംഫർട്ടായ വസ്ത്രം ധരിച്ചിട്ടാണ് ധന്യ ഇവിടെ ഇരിക്കുന്നത് അല്ലേ. ധന്യയുടെ തലയിൽ ഇപ്പോൾ എന്താണ് ഒരു 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 10 കൊട്ടയ്ക്ക് വലിപ്പമുള്ള ഒരു സാധനം എടുത്ത് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ ഞാൻ ചോദിക്കും ധന്യയുടെ തലയിൽ എന്താ ഇങ്ങനെ കൊട്ടയമായിട്ടൊക്കെ വന്ന് നിൽക്കുന്നതെന്ന് എൻ്റെ സ്വാഭാവികമായ സംശയം വരും. അത് 100% സംശയം നമുക്ക് വരും. അതുപോലെ ചില മാർക്കറ്റിങ്ങുകളായി ബന്ധപ്പെട്ട് ജീവിക്കാൻ വേണ്ടിയിട്ടോ എന്തുകൊണ്ടോ ആയിക്കോട്ടെ ചില മാർക്കറ്റിംഗ് തന്ത്രങ്ങളിലേക്ക് ആളുകളെ ഇറക്കി വിടുമ്പോൾ ചില സമയത്ത് മറ്റുള്ളവരുടെ വിമർശനങ്ങൾ കൂടി കേൾക്കേണ്ടതായിട്ട് വരും എന്നുള്ളത് കൂടി ഒരു സ്വാഭാവികമായ കാര്യമാണ്. ഇപ്പം ഞാൻ പറയാം, ഇപ്പം നോർമലി ഇവിടെ നടക്കുന്ന ആൾ ഇപ്പോൾ സ്ത്രീകൾക്കെതിരെ ആക്രമണങ്ങൾ നടക്കുന്നില്ലെന്ന് ചോദിച്ചാൽ ഉണ്ട്. പക്ഷേ സ്വാഭാവികമായി പോകുന്ന ഒരാൾക്കെതിരെ അനാവശ്യമായിട്ട് ആരും കയറി അവരുടെ വസ്ത്രധാരണത്തെ പറ്റി ഒന്നും പറയുന്നില്ലല്ലോ. ഇപ്പോൾ ധന്യ റോഡിൽ കൂടി നടന്നു പോകുന്ന സമയത്ത് ധന്യ എന്തുകൊണ്ട് ഈ വസ്ത്രം ധരിച്ചു ധന്യോട് ആരും ചോദിക്കാറുണ്ടോ? ഇല്ല, അങ്ങനെ സ്വാഭാവികമായി ചോദിക്കാറില്ല. ഇതൊക്കെ ഒരു മാർക്കറ്റിംഗ് ആണ്. പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ബോച്ചെ മാർക്കറ്റിംഗ് ആണ് എന്ന് പറഞ്ഞു. ബോച്ചെ മാർക്കറ്റിംഗ് ആണ്. കേരളത്തിൽ എന്നല്ല, ഇന്ത്യയിൽ എന്നല്ല, ലോകത്ത് എല്ലായിടത്തും മാർക്കറ്റിംഗ് ആണ്. ആരാ മാർക്കറ്റ് ചെയ്യാത്തത്? രാഷ്ട്രീയ പാർട്ടിക്കാർ മുതൽ ഏതെങ്കിലും ഒരു ചെറുകിട സ്ഥാപനത്തിലെ ആളുകൾ പോലും മാർക്കറ്റിങ്ങിലാണ് ജീവിച്ചു നിൽക്കുന്നത്. അപ്പോൾ മാർക്കറ്റിംഗ് എങ്ങനെ വൃത്തിയായും നല്ല രീതിയിലും ചെയ്യാമെന്ന് ബോച്ചയെ കാണിച്ചു കൊടുത്തു. അതൊരു നല്ല മറുപടി തന്നെയാണ്. അല്ല, അത് മാത്രമല്ല, മൊണാലിസയെ പോലൊരു പെൺകുട്ടിയുടെ സൗന്ദര്യവും അവർക്ക് കഴിവുമുണ്ടെങ്കിൽ അവരെ വലിയ ഉയരങ്ങളിലേക്ക് എത്തിക്കാം എന്ന് എന്താ പറയുക, നമുക്ക് കാണിച്ചു തരികയാണ് ബോച്ചെ. പണ്ട് ഒരു കണ്ണിറക്കി കാണിച്ചതിലൂടെ ഉമർ ലുല്ലു ഒരു എന്താ പറയുക, ഒരു നടിയായി വന്ന ഒരു പെൺകുട്ടിയുടെ ജീവിതത്തെ തന്നെ മാറ്റിമറിച്ചു. അങ്ങനെ ഒരുപാട് പേർ, ഒരാളുടെ വളർച്ചയ്ക്ക് ഒരുപാട് പേർ കാരണം ആകാറുണ്ട് എന്നുള്ളതാണ്. ഇപ്പോൾ ഞാൻ എപ്പോഴും ഞാൻ പറയും, ഞാൻ ഇവിടെ ഇന്ന് ഇരിക്കുന്നുണ്ടെങ്കിൽ അതിന് പിന്നിൽ പ്രവർത്തിച്ച ഒരേ ഒരാളേ ഉള്ളൂ. അത് എൻ്റെ ഗുരുനാഥൻ കൂടിയായ ബിജു തറയിൽ എന്ന് പറയുന്ന ഒരു ജേർണലിസ്റ്റാണ്. കാരണം എന്നെ മാറ്റി നിർത്തിയിടത്ത് നിന്ന് അദ്ദേഹത്തിന് പൂർണ്ണമായും ബോധ്യമുള്ളിടത്തേക്ക് അദ്ദേഹം എന്നെ കൈപിടിച്ചുയർത്തിയത് കൊണ്ടാണ് ഇന്ന് എനിക്ക് സംസാരിക്കാൻ കഴിയുമെന്ന് ഞാൻ ചിന്തിച്ചു തുടങ്ങിയതും എനിക്ക് ഇതിന് കഴിയുമെന്ന് ഞാൻ മനസ്സിലാക്കി തുടങ്ങിയത്. അപ്പോൾ നമ്മളെ കൈപിടിച്ച് കയറ്റുന്ന ഒരാളുണ്ട്, അതുപോലെ തന്നെയാണ്. പിന്നീട് അവരെ തിരിഞ്ഞു കൊത്തുന്ന പലരുമുണ്ട്. പിന്നീട് ഇപ്പൊ ഉമർ ലുലുവിനെയൊക്കെ പിന്നീട് നമ്മൾ കണ്ടും കേട്ടതുമാണ്. അപ്പോൾ ഇവിടെ മൊണാലിസ വളരട്ടെ, ഉയരങ്ങളിലേക്ക് എത്തട്ടെ, പാറി പറക്കട്ടെ. അവൾ കുംഭമേള അവൾക്ക് സമ്മാനിച്ച വലിയ മാറ്റങ്ങൾ അവൾ ആസ്വദിക്കട്ടെ. അതുപോലെ തന്നെ ബോബി ചെമ്മണ്ണൂർ കാണിച്ച ഈ വലിയ മനസ്സിനും നല്ല നന്ദി പറയണം, അല്ലെങ്കിൽ അഭിനന്ദിക്കണം. അതെ, തീർച്ചയായിട്ടും.